5 വർഷത്തിന് മുമ്പ് യൂറിൻ ഇൻഫെക്ഷൻ വന്നതാണ്. ഇൻഫെക്ഷനെ പറ്റി ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തന്നെയാണ്. കാലിൽ ഒരു മുള്ള് കയറി ഒടിഞ്ഞിരുന്നാൽ മുള്ള് കയറിയ ഭാഗത്ത് എന്തുണ്ടാകും? പഴുപ്പുണ്ടാകുമെന്ന് മലയാളത്തിൽ പറയും. ഇൻഫെക്ഷൻ ആയി എന്ന് പറയും, അല്ലെങ്കിൽ പസ് ഉണ്ട് എന്ന് പറയും. അപ്പൊ സത്യത്തില് ഇൻഫെക്ഷൻ എന്തിനായിരുന്നു? ആ മുള്ളിനെ പുറന്തള്ളാൻ ശരീരം സ്വയം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് എന്ത്? പഴുപ്പ്. ആ പഴുപ്പ് വന്നാൽ മുള്ളിനെ പുറന്തള്ളും. പക്ഷെ നമ്മൾ പഴുപ്പിനെ മാറ്റിയാൽ ആ മുള്ള് അവിടെ തന്നെ ഇരിക്കോ ഇല്ലയോ? കാലിൽ മുള്ള് കയറി ആ മുള്ള അവിടെ ഇരിക്കുമ്പോ ആ മുള്ളിനെ പുറന്തള്ളാൻ ശരീരം ചെയ്ത പ്രതിരോധത്തിന്റെ സംവിധാനത്തെ തകർത്താൽ മുള്ളു പോകുമോ? യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായി. ഇപ്പൊ കിഡ്നിയിൽ എന്തോ ഒരു വിഷയം ഉള്ളത് കൊണ്ട് ആ വിഷയത്തെ പരിഹരിക്കാനാണ് ഇൻഫെക്ഷൻ വന്നതെങ്കിലോ, ആ വന്ന സാധനത്തെ സഡേറ്റ് ചെയ്തപ്പോ കിഡ്നിക്ക് തന്നെ പണി കിട്ടിയതാണെങ്കിലോ കൊന്നതാര അല്ലെങ്കിൽ നശിപ്പിച്ചതാര? അപ്പൊ മുറി വൈദ്യൻ ആളെ കൊല്ലും. ക്രിയാറ്റിൻകാരൊന്ന് കൈവകെ 26 പേര് ക്രിയാറ്റിൻ പ്രശ്നത്തിലുള്ളവരാണ്. യൂറിൻ ഇൻഫെക്ഷൻ. എന്നിട്ട് മെഡിസിൻ കഴിച്ചു നിർത്തി. ഓക്കെ, കേൾക്കണ്ടോ? യൂറിൻ ഇൻഫെക്ഷൻ വന്നപ്പോ നിർത്തലാക്കിയതാ. അപ്പൊ മുഖത്ത് നീര് വന്നു. ക്ലോസറ്റിലേക്ക് പോകേണ്ട സാധനം വിടാതിരുന്നത് കൊണ്ടാ. പിന്നെ കിടപ്പൊക്കെ വന്നപ്പോഴത്തേക്കും ലിസിയിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അവര് പറഞ്ഞു ഇതിന്റെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് കിഡ്നി ചുരുങ്ങി വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഡയാലിസിസ് തുടങ്ങണമെന്ന് പറഞ്ഞു. ഇപ്പൊ ക്രിയാറ്റിൻ എത്ര? അപ്പൊ ലാസ്റ്റ് നോക്കിയപ്പോ 16 ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ സന്തോഷമല്ലേ? 16 ഉള്ളൂ. യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായി, അതിന് സഡേറ്റ് ചെയ്തു. അപ്പൊ മുഖത്ത് മൊത്തം നീരായി. അത്രേ അവരും ചെയ്തിട്ടുള്ളൂ. പാവം താത്ത. ഞാൻ തമാശ പറയുന്നതൊന്നും അല്ലത്, നിലവിൽ നടക്കുന്ന സിസ്റ്റം. അതുകൊണ്ട് കിഡ്നി പേഷ്യൻസിനെ എഴുന്നേപ്പിച്ചിരുത്തിയതും ക്രിയാറ്റിൻകാരെ എഴുന്നേപ്പിച്ചിരുത്തിയതും ബാക്കിയുള്ളവർക്ക് പാടാകാൻ. ഇവരൊക്കെ ഷുഗറിന് മെഡിസിൻ കഴിച്ചവരാ, ഒരാളൊഴിച്ച്. ഇനി മറ്റൊരാളാണെങ്കിൽ കിഡ്നിയിൽ ചെറിയ കല്ലുണ്ടായത് പൊട്ടിക്കാൻ പോയതാ. പൊട്ടിച്ചപ്പോ കിഡ്നിക്ക് പണി കിട്ടി.